നമസ്കാരം. ഈ 62ാമത് കലോത്സവ വേദിയിൽ, സ്കൂൾ കലോത്സവ വേദിയിൽ ഇപ്പോൾ എന്നോടൊപ്പം ഉള്ളത് മലയാള സിനിമാ മേഖലയിലും മലയാള സാഹിത്യ മേഖലയിലൊക്കെ വളരെ പ്രസിദ്ധനായ പരിചിതനായ ഒരു മുഖമാണ്. എന്താണ് ഇവിടെ എത്താൻ കാരണം? ഇവിടെ എത്താൻ കാരണം എൻ്റെ മകനാണ്. അല്ല, ഗസ്റ്റ് അല്ല. ഓക്കെ, മകൻ ഏതായിട്ടാണ്? ഇപ്പോൾ വീണയുണ്ട്, പിന്നെ അതുപോലെ തന്നെ ഓർക്കസ്ട്രയുണ്ട്. ഓക്കെ, അപ്പോൾ വീണയ്ക്ക് മത്സരം കഴിഞ്ഞു. എ ഗ്രേഡ് കിട്ടി. അപ്പോൾ എന്താണ് ഒരു സന്തോഷം എന്നുള്ളത്? ഭയങ്കര സന്തോഷമുണ്ട്. കഴിഞ്ഞ വർഷവും എ ഗ്രേഡ് ആയിരുന്നു, മറ്റേ ഇവിടെ കോഴിക്കോട്. പിന്നെ ഇപ്രാവശ്യവും എ ഗ്രേഡാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും പലരും ചോദിക്കുന്ന ഒരു ചോദ്യം തന്നെയാണ് ഞാനും ചോദിക്കുന്നത്. ക്ലീശയാണെന്നറിയാം. അച്ഛൻ്റെ വഴിയെ എഴുത്തിൻ്റെ വഴിയേക്ക് പോകുന്നുണ്ടോ എന്നുള്ളൊരു? അല്ല, എഴുത്തിൻ്റെ വഴി ഇല്ല. അതാണ് ഏറ്റവും വലിയ കാരണം. എന്തായാലും ഒരിക്കലും ഒരു എഴുത്തുകാരൻ്റെ മകൻ ഒരിക്കലും എഴുത്തുകാരനാവാൻ പാടില്ല, ആവാനും പാടില്ല. എന്താണ് അങ്ങനെ പറയാനുള്ളൊരു കാര്യം? അല്ല, അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കാരണം ഒരു എഴുത്തുകാരൻ്റെ മകൻ എഴുത്തുകാരനാകുമ്പോൾ അതിൽ കുറേ ഉപദേശങ്ങളും കാര്യങ്ങളും ഒക്കെ വരും. എഴുത്തുകാരൻ്റെതായ എൻ്റെ രീതിയിൽ ചാനലൈസ് ചെയ്ത് വിടും. അപ്പോൾ അങ്ങനെ കലയിൽ അങ്ങനത്തെ ഒരു ചാനലൈസ് ചെയ്യപ്പെടാൻ പാടില്ല. ഒരാളും അയാളുടെ ഐഡൻറ്റിറ്റിയിൽ നിലനിൽക്കണം. അപ്പോൾ അയാൾ, എനിക്ക് സംഗീതത്തിനെ കുറിച്ചിട്ട് വലിയ വിവരമൊന്നുമില്ല, ആസ്വാദകൻ മാത്രമാണ്. അപ്പോൾ അയാൾ സംഗീതം കൊണ്ടുപോകുന്നു. അപ്പോൾ അയാൾക്ക് അയാളുടേതായ വഴി തിരഞ്ഞെടുക്കാൻ വേണ്ടി പറ്റും. അതിലൊരു ഇൻ്റർഫിയർ ചെയ്യാൻ വേണ്ടി ഞാൻ പോവില്ല. അപ്പോൾ അതുകൊണ്ട് അയാൾക്ക് അതാണ് എൻ്റെ ഗുണം. ഓക്കെ. എന്താണ് ഇപ്പോൾ ഇനി റിസൾട്ട് വന്ന സന്തോഷം എത്രത്തോളം ഉണ്ട്? ഇത് കോമ്പറ്റീഷൻ അല്ലേ. പിന്നെ ഇതൊന്നും അല്ലല്ലോ ആത്യന്തികമായിട്ടുള്ള ഒരു സംഗീതം എന്ന് പറയുന്നതും കല എന്ന് പറയുന്നത് ഇതല്ല. പക്ഷേ എങ്കിലും ഇവർക്കൊരു ഇൻസ്പിറേഷനും അതുപോലെ തന്നെ ഒരു കോൺഫിഡൻസ് ഒക്കെ കിട്ടാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഇത്തരത്തിലുള്ള മത്സരങ്ങൾ. അത്രേ ഇതിനെ കാണുന്നുള്ളൂ. എൻ്റെ അമ്മ വീണ പഠിച്ചിരുന്നു. അനന്തപത്മനാഭൻ സാറിൻ്റെ അടുത്താണ് പഠിച്ചിരുന്നത്. അപ്പോൾ അമ്മ വഴിയാണ് ഞാൻ വീണയ്ക്ക് എത്തുന്നത്. വീട്ടിൽ വീണ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ചെറിയ കുട്ടിയായിരുന്നപ്പോൾ ഇങ്ങനെ ഇടയ്ക്കെടുത്ത് നോക്കും. പക്ഷെ അപ്പോൾ ഒന്നും വീണ പഠിക്കാനുള്ളൊരു ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ വയലിൻ പഠിക്കാൻ തുടങ്ങി. പിന്നെ വയലിൻ കഴിഞ്ഞിട്ട് പിന്നെയാണ് എനിക്ക് വീണ എന്ന് പറഞ്ഞ ഇൻസ്ട്രുമെൻറ്റിനോട് താല്പര്യം തോന്നി ഞാനത് പഠിക്കാൻ തുടങ്ങിയിരുന്നു. അതെ, എഴുത്തിനോട് എനിക്ക് അധികം താല്പര്യമില്ല. ഞാനങ്ങനെ കൂടുതൽ വായിക്കാറുമില്ല, ഞാൻ എഴുതാറുമില്ല. ഞാൻ കൂടുതലും സംഗീതം തന്നെയാണ് ഞാൻ നോക്കുന്നത്. എന്താണ് അമ്മയ്ക്ക് പറയാനുള്ളത്? സന്തോഷം, വളരെ സന്തോഷം. അപ്പോൾ എത്രാമത്തെ വയസ്സ് മുതലാണ് മുമ്പ് പറഞ്ഞിരുന്നോ അമ്മയാണ് കാരണം? ഞാൻ വീണ പണ്ട് മുതലേ പഠിച്ചിരുന്നു. ഞാൻ എൻ്റെ ഒരു ഡിഗ്രി കാലഘട്ടത്തിലൊക്കെ വീണ പഠിച്ചിട്ടുണ്ട്. പിന്നെയും കുറേ കാലം പഠിച്ചു. പിന്നെ അത് നിന്നുപോയി. അപ്പോൾ വീണ വീട്ടിലുണ്ട്. അപ്പോൾ ഇവൻ തന്നെ അതെന്നോട് ചോദിച്ചു, അമ്മ എന്താ ഇപ്പോൾ വീണ വായിക്കാത്തതെന്ന് ചോദിച്ചിട്ട് അവൻ ആ വീണ എടുത്ത് വെച്ച് വായിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് തോന്നി അതിലെന്തോ ഒരു കഴിവുണ്ടെന്ന് തോന്നിയിട്ട് ഞാൻ പിന്നെ എൻ്റെ ഗുരുനാഥൻ ശ്രീ അനന്ത പത്മനാഭൻ എല്ലാവർക്കും അറിയുന്നതാണ്. അദ്ദേഹത്തിൻ്റെ അടുത്ത് പിന്നെ അവനെ പഠിപ്പിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. മാഷ് സമ്മതം പറഞ്ഞു. അതാണ് എൻ്റെ ഏറ്റവും ഒരു സന്തോഷമായിട്ട് തോന്നുന്നത്. അപ്പോൾ അവനത് പിന്തുടർന്നു എന്നുള്ളതും എനിക്ക് വലിയൊരു സന്തോഷമാണ്. അതെ. ഇനി അടുത്തൊരു മത്സരം കൂടി ഉണ്ടല്ലേ? ഇനി വൃന്ദവാദിയുണ്ട്. അതിലും വിശ്വസിക്കുന്നു. അത് കഴിഞ്ഞാൽ ഉണ്ടായിരുന്നാണോ അതോ? കഴിഞ്ഞ തവണ ഞാൻ പങ്കെടുത്തിട്ടില്ല. ഇല്ല, വീണ മാത്രമേ ഉണ്ടായിരുന്നു. അപ്പോൾ അതിലും എ ഗ്രേഡ് കിട്ടട്ടെ. അതെ, എല്ലാവിധ ആശംസകളും. അപ്പോൾ സന്തോഷത്തിൻ്റെ ഒരു വേദി കൂടിയായി മാറുകയാണ് ഈ 62ാമത് സ്കൂൾ കലോത്സവ വേദികൾ മുഴുവൻ. ക്യാമറ പേഴ്സൺ അരുണിനൊപ്പം കുഞ്ചു മുരളി, കേരള കൗമുദി.